എല്ലാത്തരം മീനും കിട്ടുന്ന ഒരു മീൻ മാർക്കറ്റാണ്, ഹരിപ്പാടാണ്. അപ്പോൾ നമുക്ക് ഹരിപ്പാട്ടത്തെ മീൻ മാർക്കറ്റിൽ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, മെഷീനിലേക്ക് പല കഷ്ടരൊക്കെ അപ്പോൾ ഇവിടെ ഇപ്പം ഒരു 3 മീനിൻ്റെ തല മാത്രം ഇവിടെ ഒരാൾ വന്ന് ചോദിച്ച്. അപ്പോൾ അവർക്ക് ഹോട്ടലിലേക്കാണ്. അപ്പോൾ അതിൻ്റെ തല കട്ട് ചെയ്യുകയാണ്. അപ്പം ഈ സ്ഥലം ആദ്യമേ തന്നെ പറയാം, ഇത് ഹരിപ്പാടാന്ന് ഞാൻ പറഞ്ഞു. ഇത് ഹരിപ്പാട് ഡാണാപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കടയുള്ളത്. അപ്പോൾ ഇതിൻ്റെ റൂട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ മുതുകുളത്തിന് പോകുന്ന ഭാഗത്താണ്. മുതുകുളത്തിന് പോകുന്ന റൂട്ട് അറിയാലോ, അതായത് ഹരിപ്പാട് ഈ ഡാണാപ്പടി മാർക്കറ്റിൻ്റെ തൊട്ടടുത്തായിട്ടൊരു തിയേറ്ററുണ്ട്. ആ തിയേറ്ററിനോട് ചേർന്നാണ് ഈ മാർക്കറ്റ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ മാർക്കറ്റ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ലൊക്കേഷനാണ്. അവിടെ ഒരു തിയേറ്ററുണ്ട്, ഡാണാപ്പടി ജംഗ്ഷനിൽ ഒരു തിയേറ്ററുണ്ട്. ആ തിയേറ്ററിൻ്റെ അടുത്താണ് ഈ മാർക്കറ്റ് ഉള്ളത്. ഇവിടുത്തെ പ്രത്യേകത, ഇപ്പോൾ ഇവർ ഈ തലയെല്ലാം കട്ട് ചെയ്ത് കൊടുക്കുന്നെങ്കിലും ഇതിനൊന്നും പൈസ ഇല്ല. പൈസ അവർ വാങ്ങാതെ, ഡ്രസ് ചെയ്ത് കൊടുക്കുന്നതിനൊന്നും അവർ വാങ്ങത്തില്ല, പൈസ വാങ്ങത്തില്ല, അതെല്ലാം ഫ്രീ ആണ്. ഇപ്പോൾ അവരൊരു 3 തല ഒരു ഹോട്ടലിലേക്ക് വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ആ തല അവർ കട്ട് ചെയ്യണം. अच्छा कटिंग एक गाना गाओ वीडियो में। एक केरला का सुपरस्टार मछली कटिंग का आदमी, ऐसे बोलो। आप बोलो। മൊത്തം കാളാഞ്ചി അല്ലേ വിട്ടുന്നത്? കാളാഞ്ചി, കാളാഞ്ചി. അപ്പോൾ ഇപ്പോൾ അടുത്ത വലിയൊരു മീനാണ്, അത് കാളാഞ്ചിയാണ്. അപ്പോൾ കാളാഞ്ചിയുടെ തല ആണ് അവർ ചോദിച്ചേക്കുന്നത്. അപ്പോൾ അത് അവർ വെട്ടി കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ചെകള, നമ്മളൊക്കെ വലിയ മീൻ വെട്ടുവാണ് ഒരു കാരണവശാലും ശ്രദ്ധിച്ചോ, അതിൻ്റെ ചെകള ആദ്യമേ തന്നെ മുറിച്ച് കളയരുത്. അതേ പിടിച്ചുകൊണ്ടാണ് അവർ വെട്ടുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ സാധാരണ ചെറിയ മീൻ വെട്ടുന്നതാണെങ്കിൽ ആദ്യമേ തന്നെ അതിൻ്റെ ചെകള മുറിച്ച് കളഞ്ഞാൽ പിന്നെ പിടുത്തം കിട്ടത്തില്ല. വലിയൊരു കാളാഞ്ചിയാണ് അത്. അവർ ഇപ്പോൾ ഈ പണിയെടുക്കുന്നവർ മൊത്തം മലയാളികളല്ല, പണി ചെയ്യുന്ന മൊത്തം ഹിന്ദിക്കാരാണ്. അവരിതിൻ്റെ പണിയൊക്കെ അറിയാവുന്നവരാന്ന് തോന്നുന്നു. അവർ നല്ല വൃത്തിയായിട്ടൊക്കെയാണ് ചെയ്യുന്നത്.
അപ്പം ഇവിടെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരമ്മ ഇരുന്നുകൊണ്ട് കായൽ മീൻ വിൽക്കുന്നുണ്ട്, വരാല് ചെറുമീനൊക്കെ അവിടെ ഇരുന്ന് വിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോ അടുത്ത ഭാഗത്തിടാം. അപ്പോൾ ഇത് സ്ഥലത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇത് കായംകുളത്തിന് നമുക്ക് കായംകുളത്തിനും മുതുകുളത്തിനും ഒക്കെ പോകാൻ പറ്റുന്ന റൂട്ടാണ്. അപ്പം ഞാനിതുവരെ അവിടെ പോയി മീൻ വാങ്ങിയിട്ടില്ല. ഇന്ന് യാദൃശ്ചികമായിട്ട് ആ മാർക്കറ്റ് ഞാനൊന്ന് ചെന്നപ്പോൾ കണ്ടെടുത്ത വീഡിയോ ആണ് തന്നെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഹരിപ്പാട് വരുന്നവർ ഹരിപ്പാട് നേരെ കുറച്ചുകൂടെ മാറി ഈ പറഞ്ഞ നാരകത്തറ ജംഗ്ഷൻ അത് കഴിഞ്ഞ് അല്പാകത്തോട്ട്, അതായത് മണ്ണാറശാല ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴിയാണ്. അതാണ് കറക്റ്റ് പറഞ്ഞത്. ആ ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴിയെടുത്താണ് ഈ മാർക്കറ്റ്. അപ്പം അവിടെ വന്നു കഴിഞ്ഞാൽ ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും. അവിടുത്തെ മാർക്കറ്റ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാലും പറഞ്ഞു തരും. അപ്പോൾ അവിടെ നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും എന്തോ വേണ്ട, നമുക്ക് ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. അവിടെ മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ വേറുള്ള സാധനങ്ങൾ, നമ്മുടെ വീട്ടിന് ആവശ്യമായ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പിന്നെ വേറൊരു കടയിൽ കയറേണ്ടി വരത്തില്ല. ഒരു പച്ചക്കറി ഉണ്ട്, ഈ പറഞ്ഞ കണക്ക് ചട്ടി, കലം, പാത്രം, പ്ലംബിങ്ങിൻ്റെ സാധനങ്ങൾ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ആ ഒരു മാർക്കറ്റിലുണ്ട്. നമുക്ക് ആവശ്യമുള്ളതെല്ലാം അവിടെ നിന്ന് വാങ്ങിയെടുക്കാം. പിന്നെ ഈ മാർക്കറ്റിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, മാർക്കറ്റിൻ്റെ വേറൊരു പ്രത്യേകത, ഇത് മാർക്കറ്റുകളിൽ നിന്നല്ല ഇവർ മീൻ എടുക്കുന്നത്. ഇത് നേരിട്ട് നീണ്ടകര പോലുള്ള വലിയ ഹാർബറുകളിൽ നിന്ന് നേരിട്ടാണ് ഇവിടേക്ക് മീൻ എത്തുന്നത്. അപ്പം അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഈ മാർക്കറ്റിന്. ഈ മാർക്കറ്റിൽ ഇവർ അല്ലാതെ മറ്റുള്ള മാർക്കറ്റുകളിൽ കൊണ്ടുവന്നിട്ട് അവിടെ ചെന്ന് ലേലം ചെയ്തെടുക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അവർക്ക് വേണ്ടതായിട്ടുള്ള മീൻ നേരെ ഹാർബർ, വലിയ നീണ്ടകര പോലുള്ള വലിയ ഹാർബറുകളിൽ ചെന്നിട്ട് അവിടെ നിന്ന് നേരിട്ട് കൊണ്ടുവന്നാണ് ഇവിടെ വിതരണം ചെയ്ത് നമ്മുടെ കൈകളിലേക്ക് ഇവർ എത്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വിലയുടെ കാര്യത്തിൽ വലിയ വിലയൊന്നും സാധാരണപ്പെട്ടവർക്കൊക്കെ മേടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മാർക്കറ്റ് വിലയാണ് അവിടെ ഉള്ളത്. അപ്പം മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ കൊഴുവ, നത്തോലി പോലുള്ള ഏറ്റവും ചെറിയ മീൻ തൊട്ട് നമ്മുടെ കടലിൽ കിട്ടുന്ന ഏറ്റവും വലിയ മീൻ ഏതാണ്, ചൂര പോലുള്ള നെന്മീൻ, ചൂര, തെരണ്ടി, പിന്നെ അതുകൂടാതെ ഈ കാളാഞ്ചി പോലുള്ള മീനുകൾ, അങ്ങനെയുള്ള എല്ലാ സൈസ് മീനുകളും ഏറ്റവും ചെറുത് തൊട്ട് ഏറ്റവും വലുത് വരെ നമുക്ക് ആ മീൻ അവിടെ കിട്ടും. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഇത് ഈ ചെറിയ നത്തോലി മുറിച്ച് തന്നാൽ പോലും അവർ അതിന് ഡ്രസ്സ് ചെയ്യുന്നതിന് പൈസ വാങ്ങത്തില്ലെന്നുള്ളത് അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. കാര്യം നമ്മൾ ഈ ജോലിക്കൊക്കെ ഓഫീസുകളിലൊക്കെ വർക്ക് ചെയ്തിട്ട് വരുന്നവർക്ക് ഏറ്റവും വലിയൊരു നല്ലൊരു കാര്യമാണത്. കാര്യം അവർ അവിടെ വെച്ച് തന്നെ അവർ ഡ്രസ്സ് ചെയ്ത് നല്ല വൃത്തിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിൽ ചെന്ന് നമ്മളൊന്ന് ഒന്നും കൂടെ ഒന്ന് നമ്മുടെ വകയായിട്ട് ഒന്നും കൂടെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്ന സംഭവം റെഡിയാണ്. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഈ ഒരു മാർക്കറ്റിനെ കുറിച്ച് അധികം ആരും പറഞ്ഞ് കേട്ടിട്ടില്ല, പുറത്ത് മറ്റുള്ള ആരും പറഞ്ഞ് വലിയ അറിവില്ല. അതുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കഴിവതും ഷെയർ ചെയ്യണം. ആൾക്കാർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. ഇതിൻ്റെ തുടർച്ചയായിട്ട് ഞാൻ ബാക്കി ഭാഗങ്ങൾ ഇതിൻ്റെ ഭാഗം ഞാൻ ബാക്കിത്തെ ഉടൻ തന്നെ ഞാൻ എല്ലാവരും ഇട്ട് കാണിക്കും. ബാക്കി ഉടൻ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക. ആരും എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ, അതാണ്. അപ്പോൾ എന്തായാലും നേരത്തെ അന്നും ഇതിൻ്റെ വീഡിയോ, ഈ മാർക്കറ്റിനെ കുറിച്ചുള്ള വീഡിയോകളൊന്നും നേരത്തെ ആരും ചെയ്തതായിട്ട് ഞാൻ കണ്ടില്ല. അപ്പം വീണ്ടും പറയുന്നു. അപ്പം അത് കട്ട് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അവർ വേണ്ടാന്ന് പറയാം. കട്ട് ചെയ്യേണ്ട, അവർ തന്നെ കൊണ്ട് കട്ട് ചെയ്തോളാന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവർ എല്ലാം നല്ല വൃത്തിയാക്കി പ്രസ് ചെയ്ത് അവർ കിറ്റിനകത്തിട്ട് അവർ കൊടുക്കാൻ പോകണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പം ഇതിൻ്റെ അടുത്ത ഭാഗം ഉടൻ തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, അപ്പം ശരി. वो देखो कितना बड़ा है, तिरंडी है। हेलो